മുതലപ്പുഴയിൽ തുടർക്കഥയായി അപകടങ്ങൾ 3 വള്ളങ്ങളാണ് ഇന്ന് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി. അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം. അരുൺ സോളമൻ, ഒരു മരണപ്പുഴയായി മാറിയതാണ് മുതലപ്പുഴി. ഇപ്പോൾ തുടർച്ചയായ അപകടങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ടായത് മുതലപ്പുഴയിൽ? തീർച്ചയായിട്ടും സുജയ, ഇന്ന് മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്ന 3ാമത്തെ അപകടമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. 12 മണിയോട് അടുപ്പിച്ചാണ് ഇപ്പോൾ ഒരു വള്ളം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. രാവിലെ 6:15 തന്നെ ആദ്യത്തെ വള്ളം മറിയുന്നു. പെരുമാതറ അതുപോലെ തന്നെ പുതിയ കുറച്ച് സ്വദേശികളായിട്ടുള്ള 2 പേരുടെ വള്ളങ്ങളാണ് ഇന്ന് 6:15 അതുപോലെ തന്നെ 7:15 ഇടയിൽ 1 മണിക്കൂറിനുള്ളിൽ 2 വള്ളങ്ങളാണ് രാവിലെ മറിഞ്ഞത്. അത് സഹീറിൻ്റെയും കബീറിൻ്റെയും 2 മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളാണ് ഈ പ്രദേശത്ത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ. ഇവിടെ രാവിലെ മത്സ്യബന്ധനത്തിന് പോയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ആ വള്ളത്തിലുണ്ടായിരുന്ന 7 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെയും സഹായത്തോടു കൂടി തന്നെ അവരെ രക്ഷപ്പെടുത്തുകയും അടുത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് 12 മണിയോട് അടുപ്പിച്ച് ഉച്ചയോട് അടുപ്പിച്ച് തന്നെ മത്സ്യബന്ധനത്തിന് പോയ അടുത്തൊരു വള്ളമാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. ഇതിൽ 4 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെന്നായിരുന്നു വിവരം. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവർ ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ ജൂലൈ മാസമാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരികയും അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെയും സംഘടനാ നേതാക്കളുടെയും അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമത്തിൽ മന്ത്രി ഇവിടെ വരികയും വലിയൊരു വാഗ്ദാനം ഉറപ്പ് നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 2006 ഇവിടുത്തെ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ പുലിമുട്ട് നിർമ്മാണം കഴിഞ്ഞ് ഈ 18 വർഷം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ നിരക്ക് ഏകദേശം 130ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 75ഓളം പേര് ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ഒരു സുജയ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മരണത്തുരുത്തായി മാറിയിരിക്കുന്നു, മരണപ്പൊഴിയായി മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം മന്ത്രി കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ 1 മാസമാകുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ അടിഞ്ഞുകൂടുന്ന ഈ മണൽ അതുപോലെ തന്നെ പാറ അടക്കമുള്ളവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ എസ്കലേറ്റർ അതുപോലെ തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മണലും പാറയും ഒക്കെ മാറ്റുമെന്നുള്ള ഉറപ്പായിരുന്നു കഴിഞ്ഞ മാസം ഫിഷറീസ് വകുപ്പ് മന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നത്. അത് മാത്രമല്ല, ഇവിടെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ എത്താൻ കഴിയുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ബോട്ട് സർവീസുകൾ 3 ബോട്ടും അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുകൾ അടക്കമുള്ളവ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണ് മുതലപ്പുഴയിലുള്ളത്. അത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ മനുഷ്യ സഹായം ഇല്ലാതെ തന്നെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന റിമോട്ട് ലൈഫ് ബോയികൾ അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കും സംഘടനാ നേതാക്കൾക്കും ഉറപ്പ് നൽകിയത്. എന്നാൽ ഈ ഉറപ്പുകളൊക്കെയും കാറ്റിൽ പറത്തിയ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, പ്രളയകാലത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾ മാലാഖമാരാണ്, കാവൽക്കാരാണ്, രക്ഷാപ്രവർത്തകരായിട്ടൊക്കെ നമ്മൾ അവരെ കണ്ടിരുന്നു. എന്നാൽ അവരുടെ ജീവൻ അവരുടെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് രാവെന്നില്ലാതെ പകലെന്നില്ലാതെ അവർ പുറം കടലിലേക്ക് പണിക്ക് പോകുമ്പോൾ അവരുടെ ജീവന് ഏതൊരു ഉറപ്പുമോ ഒന്നും തന്നെ നൽകാനായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ദിവസം, ഈ കഴിഞ്ഞ 6 മണിക്കൂറിൽ ഈ 3 അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം നൽകിയ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല. ഈ അടുത്തുള്ള ഈ മുതലപ്പുഴയ്ക്ക് സമീപ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും ഏകദേശം 23 അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവരാരെങ്കിലും അരുൺ നിൽക്കുന്ന ഇടത്തുണ്ടെങ്കിൽ അപകടത്തിൽ വള്ളം പിളർന്നു പോകുന്നത് അത് അവരുടെ ഒരു ജീവിതോപാധി ഇല്ലാതാകുന്നതാണ്. ഇനിയിപ്പോൾ അത് നന്നാക്കി വേണം വീണ്ടും അവർക്ക് പോകാൻ. അപകട സാധ്യതയുള്ള ഇടത്തേക്ക് പോകേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ്. ഇതെല്ലാം പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, പുലിമുട്ട് നിർമ്മാണം അടക്കം നടപ്പാക്കാതെ ഇരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായി ഒന്ന് സംസാരിക്കാനും കൂടി ശ്രമിക്കാം. അരുൺ സോളമൻ. സുജയ, ഈ സമയം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ഇവിടെ ഇല്ല. കാരണം എല്ലാവരും ഇപ്പോൾ പുറം കടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട്, അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യം നോക്കി തന്നെ അറിയാം, മത്സ്യബന്ധനം കഴിഞ്ഞു വരുന്ന ബോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. ഇപ്പോൾ കടലിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മളിവിടെ വാർത്ത ചെയ്യുന്ന സമയത്ത് തന്നെ പലരും നമ്മളെ പരിഹസിക്കുന്ന, അതായത് വാർത്തകൾ കൊണ്ട് യാതൊരു പ്രതിഫലനവും ഉണ്ടാകുന്ന തരത്തിലുള്ള രൂക്ഷമായ പരിഹാസം അല്ലെങ്കിൽ അവരുടെ വിഷം അവർ ഈ പുറം കടലിൽ നിന്ന് തന്നെ പങ്കുവച്ചിരുന്നു. എന്നാൽ അവർ മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. കാരണം പല ഘട്ടങ്ങളിലായിട്ട് ഭരണകൂടത്തോട് അവർ ആവർത്തിച്ച് പല സമരങ്ങൾ ചെയ്തു. എന്നാൽ ഇതിനൊന്നും തന്നെ പ്രതിഫലനം കണ്ടില്ല എന്ന തരത്തിലുള്ള വിഷമങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരെയും നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല സുജയ. ഓക്കെ, അരുൺ സോളമനാണ് മുതലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നത്. അരുൺ, അവിടെ അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് പറയാനുള്ളതിലേക്കും അവരുടെ പ്രതികരണങ്ങളിലേക്കും ഒക്കെ നമുക്ക് അവർ അവൈലബിൾ ആകുന്ന മുറയ്ക്കെത്താം. അരുൺ പറഞ്ഞതുപോലെ സമയം ഉച്ചയായി, നമ്മൾ ആ സമയം നോക്കാതെയാണ് അസമയത്താണ് ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്.